കയറി വാ മക്കളെ. അവസാനം ഒരു ബംഗാളി ആക്ട്രസ് വേണ്ടി വന്നു നമ്മുടെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് പരാതി കൊടുക്കാനാണല്ലോ എല്ലാവരും അറച്ചു നിന്നത്. ഇപ്പോൾ ബംഗാളി നടി ഇവർക്കെല്ലാം മാതൃകയായി. ഇനിയും നിങ്ങൾ അറയ്ക്കരുത്. അറച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ബംഗാളി നടിയെ അനുസ്മരിച്ചുകൊണ്ട്, ബംഗാളി നടിയെ ലീഡറാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും പോയി പരാതിയുള്ളവർ നേരിട്ട് കൊണ്ടുപോയി പരാതി കൊടുക്കണം. ഇനി നാണിക്കാനൊന്നുമില്ല. ഇവിടെ ഒരു ശുദ്ധികലശം ആവശ്യമുണ്ട്. നല്ലൻ പൃഥ്വിരാജ് വന്നതെന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകളാണ് ഇനി വരേണ്ടത്. സ്ത്രീകളെയാണ് കൊണ്ടുവരേണ്ടത്. എസ്പെഷ്യലി പാർവതി എന്ന് പറയുന്ന നടിയെയൊക്കെ, പിന്നെ ബാക്കിയുള്ള കളങ്കിതരല്ലാത്ത ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പിന്നെ അതുകൂടാതെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാഴികയ്ക്ക് 40 വട്ടം എന്നുള്ള നിലയിൽ ടി വി കൂടെ വന്നിരുന്നുകൊണ്ട് നാട്ടുകാരെ മൊത്തം ഉപദേശിക്കുന്ന ഒരു മഹാനടനുണ്ടല്ലോ, മോഹൻലാൽ. പുള്ളിയാണല്ലോ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡൻറ്റ്. എത്ര ദിവസമായി ഈ കേരളം മൊത്തം കത്തുന്നു. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന് ഒരു വാക്ക് പറയാൻ എവിടെ പോയി വിളിച്ചിരിക്കുക? നാണമുണ്ടോ ഇവർക്കെല്ലാം? അതേപോലെ മമ്മൂട്ടിയും ആരുടെ കാര്യം അന്വേഷിക്കാതെ മഹാനടൻ എന്നും പറഞ്ഞ് നടക്കുക. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ട് ഒരു വാക്ക് കൊണ്ടെങ്കിലും അവരെ ഗുണദോഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിലക്കിയിട്ടുണ്ടോ? എല്ലാം പുറത്തു വന്നില്ലേ? ഇവർ രണ്ടുപേരും ആ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല. ഉടൻ തന്നെ അവരുടെ വിഗ്ഗെല്ലാം ഊരി വെച്ചിട്ട് മാറി ആ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കണം. അല്ലെങ്കിൽ അവരെ മാറ്റണം. രണ്ടുപേരെയും മാറ്റിയില്ലെങ്കിൽ മാറ്റിയേ പറ്റൂ. ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഇനിയും ഈ രണ്ടുപേർക്ക് ഇത്രയും നട്ടലില്ല എന്ന് ആരും കേരളത്തിൽ വിചാരിച്ചില്ല. ഇത്രയും നാൾ ഇവർ അഡോർ ചെയ്ത് പിന്നെ മഹാനടന്മാരായി അവരെ കാണാൻ പോലും ആളുകൾ കൊതിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് അവരാണിപ്പം ദേ ആർ ഗിവൺ ഹാത്ത്, ഇംഗ്ലീഷിൽ പറഞ്ഞ. അപ്പോൾ അതുകൊണ്ട് ഉടൻ തന്നെ അവർ രണ്ടുപേരും രാജിവെച്ച് ഇതിൽ നിന്ന് മാറി നിൽക്കണം. അമ്മയിൽ നിന്ന് മാറി നിൽക്കണം. അമ്മയുടെ 7 അയലത്തിനി പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.